അരൂർ തുറവൂർ ആകാശപാതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യോഗം ചേരാൻ ജില്ലാ കലക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം. നടപ്പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കർമ്മ പദ്ധതി തയ്യാറാക്കണം. കലക്ടർ മൂകസാക്ഷിയായിരിക്കേണ്ടതില്ലെന്നും കോടതി വ്യക്തമാക്കി. അതേസമയം 2-3 ദിവസങ്ങളിൽ യോഗം ചേരുമെന്ന് പാത അതോറിറ്റിയും കോടതിയെ അറിയിച്ചു. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വിശദാംശങ്ങൾ. അരൂർ തുറവൂർ ആകാശപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഗതാഗത പ്രശ്നങ്ങൾ, അത് സംബന്ധിച്ചുള്ള വിഷയം ഹൈക്കോടതി കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ വിഷയം പരിഗണിച്ച വേളയിലാണ് ഈ മഴ പെയ്താൽ മോശം സാഹചര്യമാണ് പ്രദേശത്തുള്ളതെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിലയിരുത്തിയിട്ടുള്ളത്. ദേശീയപാത അതോറിറ്റിയുടെ അഭിഭാഷകൻ ഹാജരായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത് 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ യോഗം ചേരും. പല ആരോപണങ്ങളും തങ്ങൾക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. റോഡ് നിർമ്മിക്കുക എന്നതാണ് തങ്ങളുടെ ജോലി. ഇത് ആദ്യമായല്ല ആകാശപാത നിർമ്മിക്കുന്നതെന്നും ഹൈക്കോടതി മുൻപാകെ ദേശീയപാത അതോറിറ്റി വിഭാഗം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് റോഡ് നിർമ്മിക്കുന്നത് എന്നുള്ള കാര്യവും അതോറിറ്റി വ്യക്തമാക്കി. പക്ഷേ കോടതി പറഞ്ഞിട്ടുള്ളത് നിലവിൽ അടിയന്തരമായിട്ട് തന്നെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരണം. നടപ്പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കർമ്മ പദ്ധതി ഉടനടി തയ്യാറാക്കണമെന്നുമാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ കളക്ടർ മൂകസാക്ഷിയായിരിക്കുവാൻ പാടുള്ളതല്ലെന്നും ജസ്റ്റിസ് സേവൻ രാമചന്ദ്രൻ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. നടപ്പാതകളിൽ പലപ്പോഴും ബസ്സുകളടക്കം കയറ്റിയിടുന്ന സാഹചര്യം പലയിടങ്ങളിലും കാണുന്നുണ്ട്. ഇത് നാട്ടിലെ വലിയ പ്രശ്നമാണെന്നും ഹൈക്കോടതി വിലയിരുത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ആ നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിൽ വെള്ളക്കെട്ടടക്കം ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപകടങ്ങൾ ഉണ്ടായിരുന്നു. സ്കൂൾ കുട്ടികളടക്കം വലിയ രീതിയിൽ ബുദ്ധിമുട്ടിൽ അകപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് അമിക്കസ് ക്യൂറി വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് അടിയന്തരമായിട്ട് കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരണമെന്നുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ യോഗം ചേർന്നതിന്റെ മിനിറ്റ്സ് അടക്കം ഹൈക്കോടതി മുൻപാകെ സമർപ്പിക്കുകയും വേണം. അടിയന്തരമായിട്ടുള്ള നടപടികൾ ഇരുവിഭാഗവും, അതായത് ദേശീയപാത അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അനു തമ്പ്യ.